ഞാൻ ഈ ഗെയിം കയറുമ്പോൾ എനിക്ക് 31,000 ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാനൊരു 1000 പ്രോഫിറ്റ് ഉണ്ടാക്കിനോടാ. പുതിയ വീട്ടിലേക്ക് നമ്മളിന്ന് പിന്നെയും കാർ സെയിലർ സിമുലേറ്റർ ഡീലർഷിപ്പാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾക്കണ്ട് വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ന് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആണ്. കൂടാതെ ഞാൻ കുറച്ച് വണ്ടികളിവിടെ വാങ്ങിച്ച് വിറ്റിട്ടുണ്ട്. കുറച്ച് സെവിക്കും BMW എല്ലാം അത് വാങ്ങിച്ച് ഇവിടെ വിറ്റിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് നല്ല പൈസയുണ്ട്. ഒരു 31,000 ഉണ്ട്. സോ നമുക്കിന്ന് കാർ മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഓക്കെ, മുന്നേ തന്നെ ഒരു BMW, ഓഡി. ഓക്കെ, ഒന്നും കൂടെ ഓഡി. ഇവിടെ കുറേ ഓഡി ഉണ്ട്. പോർഷ്. ഓഹോ, എത്ര പൈസ തന്നെ ധാരാളം ബഡ്ജറ്റിൽ എന്താ എത്തൂല. 1,00,000 നടക്കൂല. അതിന്റെ 1,39,000 രൂപ. എൻ്റെ കയ്യിൽ 31,000 ഉള്ളൂ. ഇവിടെ കുറെ ഓഡി TT ഉണ്ട്, ഓഡി Q7 ഉണ്ട്. നമ്മുടെ സിവിക്കും ഇതും എന്തായാലും വാങ്ങിച്ചു. ഇനി BMW ആണ്. ഞാൻ BMW വാങ്ങിക്കില്ല. BMW അത്ര വലിയ പൈസ തരുന്നില്ല ശരിക്കും പറഞ്ഞാൽ, ഭയങ്കര കുറവാണ് തരുന്നു. ഇതിന് നല്ല പൈസയാണ്. നമുക്ക് ഒന്നിക്കൽ ഓഡി Q7 എടുക്കണോ അല്ല TT എടുക്കണോ? ഓഡി Q7 പൈസ അതിൻ്റെ വെച്ചേക്കാം. ഓക്കെ, ഇത് നമ്മുടെ ബഡ്ജറ്റിലാണ് 12,000. ഓക്കെ, നല്ല വണ്ടിയാ. TTക്ക് എത്രയാ? കെ 41,000 ബഡ്ജറ്റിലല്ല. ഇപ്പോൾ എല്ലാ TT ഒരേ പൈസ ആയിരിക്കൂലേ? ഓക്കെ, ഇതിനും നല്ല പൈസ. എല്ലാത്തിനും 41,000 വരുന്നുണ്ട് എല്ലാ TTക്കും. സോ നമുക്ക് TT എടുക്കാൻ പറ്റില്ല. ഒരു 10,000 കൂടി ശരിക്കും വേണോ? നമുക്ക് Q7 എടുക്കാം. Q7 ആകുമ്പോൾ നല്ലതാണ്. നിക്കല് Q7 എടുക്കണോ അല്ലെങ്കിൽ അതെടുക്കണം? ഇതിനാ പൈസ കുറവ്. ഓക്കെ, ഇതിന് ശരിക്കും പൈസ കുറവ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അലോയ്സ് അത്ര ഇഷ്ടപ്പെടില്ല. ഇതാകുമ്പോൾ എനിക്ക് പിന്നെ അലോയ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. സെയിം അലോയ്സ് തന്നെ വെക്കാം. പിന്നെ അലോയ്സ് നമുക്ക് പൈസ ചിലവാക്കേണ്ടി വരില്ല. കൂടാണ്ട് ഓക്കെ, ഒന്നും കൂടെ കാര്യം കാണിച്ചിരുന്നു. ഓക്കെ, എൻ്റെ സ്കിൽ പോയിന്റ്സ് വന്നു കുറച്ച്. 5 സ്കിൽ പോയിന്റ്സ് ഉണ്ട്. സോ എനിക്കിപ്പം സാധനങ്ങൾ ഇതാക്കാൻ പറ്റും. ഷോ ഡീറ്റെയിൽസ് നമുക്ക് തുറക്കാം. ബാർഗൈനിങ് സ്കില്ല് കൂട്ടാം. ഓക്കെ, കാർ വാഷിന് കൂട്ടാം. ഓക്കെ, ഒന്നും കൂടെ കാർ വാഷിന് കൂട്ടാം. അയ്യോ ഞാൻ വേസ്റ്റ് ആക്കി. കുഴപ്പമില്ല, ബാർഗൈനിങ് ആയിട്ട് നമുക്ക് കൂടുതൽ വേണ്ട. ഓക്കെ, അത് അടുത്ത സ്കിൽ പോയിന്റ്സ് കിട്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ചേട്ടാ. ഓക്കെ, ഇപ്പം നമുക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് വണ്ടീൻ്റെ ഇത്. വണ്ടി ഡാമേജ് 0, അതുകൊണ്ട് നല്ല കാര്യമാണ്. പെയിൻറ്റഡും ഇല്ല. ഡേർട്ടി ഫ്യൂവൽ, അത് കുഴപ്പമില്ല. പിന്നെ വണ്ടി 2014 മോഡല. ഓക്കെ, നല്ല വണ്ടി, കുഴപ്പമില്ല. അത്ര ഓടിയിട്ട് 24 കിലോമീറ്റർ ഓടിയതിന്. ഓക്കെ, നല്ല വണ്ടിയാണ്. സോ നമുക്ക് ബാർഗൈൻ ചെയ്ത് നോക്കാം. ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എത്ര പറഞ്ഞേ? ഓക്കെ, 12,000. നമുക്കൊരു 10,000 കൊണ്ടുവരാൻ നോക്കിയാലോ? ഓക്കെ, വിടുന്നില്ല. 11,000. ഓക്കെ, നമ്മൾ വണ്ടി വാങ്ങിച്ചു. 11,000 ലെവൽ സെറ്റായി. കയറാൻ പറ്റൂലേ? എന്തോന്നോ അടുത്ത് നമുക്ക് കയറാൻ പറ്റില്ല. വണ്ടി ചേട്ടാക്ക്. ഓക്കെ, കുറച്ച് സ്ലോ ആണ്. SUV എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം ഈ വണ്ടിനെ, എന്നിട്ടേ വിൽക്കണ്ടു. മോഡിഫൈ ചെയ്യാൻ കുറച്ച് പൈസ കൂടുതൽ കിട്ടും ശരിക്കും. ഈ വണ്ടി വല്ലാണ്ട് ചെരിയുന്നുണ്ട്. ഒരു ഭയങ്കര പൊന്തിയ വണ്ടിയല്ലേ, അതുകൊണ്ടാ തോന്നുന്നു ഇത്ര കൺട്രോൾ നിൽക്കുന്നില്ല. ഈ വണ്ടി അടിച്ച് ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത പിന്നെ വണ്ടി ശരിയാക്കും. ഒരാവശ്യമില്ല വേണ്ടത്. ഒരു ഫുള്ളി ഇതായ വണ്ടിയായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത. എന്നെ കൊണ്ടെന്നാ എനിക്ക് പൈസ കൊടുക്കണം ഈ വണ്ടിക്ക്. ഓക്കെ, റേസിംഗ് കിറ്റ് ഇട്ടിട്ടുണ്ട്. ABS വേണം, ബ്രേക്കിംഗ് കൺട്രോൾ. ഓക്കെ, ട്രാക്ഷൻ കൺട്രോൾ വേണം.
ടെർബോ വേണം, നോസ് വേണം. ഓക്കെ, ഇതിലോട്ടിട്ടുണ്ട്. സസ്പെൻഷൻ പൊക്കിയിട്ടുള്ള വണ്ടിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഫുള്ള് താത്തണം. മൊത്തം പൊക്കിയാലോ, ഫുൾ മോശം ട്രക്ക്. ഓക്കെ, ഡിഫോൾട്ട് തന്നെ ഇരുന്നോട്ടെ എങ്ങനെയാ വെച്ചാലും. അയ്യോ, ഓക്കെ സെറ്റ്. ലൈറ്റ്സ് ചേഞ്ച് ചെയ്യില്ല, എങ്ങനെയുള്ള കാലിഫോർണിയ. പിന്നെ വീൽസ് പിന്നെ നമുക്ക് ഇതിന് വീൽസ് ഓർ ഇട്ടാൽ തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല വീൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് പറ്റി വണ്ടീൻ്റെ പെയിന്റ് മൂടും ചേഞ്ച് ചെയ്ത് തന്നെ വണ്ടി സെറ്റായി. ഓക്കെ, ഞാൻ വണ്ടി ബ്ലാക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ മെറ്റാലിക് ബ്ലാക്ക് പോലെ, ഫുൾ തിളങ്ങുന്ന ബ്ലാക്ക്. ഓക്കെ, അപ്പോഴത്തേക്ക് രാത്രിയായി. ഞാൻ നേരെ വീട്ടെപ്പറ്റി കിടക്കട്ടെ. എന്നിട്ട് നാളെ വണ്ടീനെ വിൽക്കാനിടാം. വരുന്ന വഴിക്ക് പെട്രോൾ അടിക്കണം, പിന്നെ വണ്ടി കഴുകും പോകണം. സോ നമ്മളെ വീടിന്ന് ക്യാമറ ഫിക്സ് ചെയ്തോ. ഓക്കെ സെറ്റ്. നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മളെ വീട് വരാം. പൊളിക്കാൻ പോയാ ബ്രേക്ക് പോയിട്ട് കുഞ്ഞി പോയിക്കോ. ഓക്കെ സെറ്റ്. ഓക്കെ, വണ്ടിക്ക് പവറിൽ ഇത് കയറാൻ വേണ്ടിട്ട് ഉണ്ടോ? ഓക്കെ, കയറി. ഈ സ്ഥലത്ത് കുറേ പ്രശ്നം ഞാൻ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ബ്രേക്ക് പിടിച്ചു. ഇറങ്ങ്, പോയിട്ട് കിടക്ക്. ഓക്കെ, ഞാൻ പുറത്തുനിന്ന് തന്നെ ഇറങ്ങി. അതെങ്ങനെയാ, അടിപൊളിയാണല്ലോ. ഓക്കെ, അടുത്ത ദിവസമായി. അടിപൊളി. നമുക്ക് പോയിട്ട് വേഗം വണ്ടീൻ്റെ പെട്രോൾ അടിക്കണം. വണ്ടീൻ്റെ ഒന്ന് വാഷ് ചെയ്യണം. ഫുള്ള് വാഷ് നമുക്ക് കൈനെ കൊണ്ട് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. നോക്കാട്. സോ വെറുതെ അതിന് പോയിട്ട് ഒരു $50 പോക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓക്കെ, ബ്രേക്ക്. ഓക്കെ, ഇവിടെ സൂപ്പർ റേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പോയിട്ട് എന്തെങ്കിലും അടിപൊളി വണ്ടിയല്ല. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ചില ആൾക്കാർക്ക്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ റേസ് ചെയ്യാം, നമ്മളെ വണ്ടി വെച്ചിട്ട് വേറെ വണ്ടി. സോ നമ്മളിപ്പോൾ ഒരു ഓഡിയോ കൂടെ ഒരു SUV ആണ്. സോ സൂപ്പർ എന്നെ ജയിക്കും തോന്നുന്നില്ല. ഈ ഒരു SUV അല്ലേ, വേറെ ഏതെങ്കിലും BMW ആണ് ജയിക്കും തോന്നുന്നു. സോ പോയിട്ട് അവിടെ നിർത്തിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്കാം. ഓക്കെ സെറ്റ്. വണ്ടി ഫുൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ വണ്ടി കഴുകാൻ പറ്റും. ഓക്കെ, പുതിയ സാധനം വന്ന് കഴുകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമ്മൾ സിൽക്ക് പോയിന്റിനെ കൊണ്ട് ഈ സാധനമാണല്ലോ നോക്കിയത്. അപ്പം ഇതിനെക്കൊണ്ട് വേഗം വണ്ടി ക്ലീൻ ആവും. ഓക്കെ, ഇത് അടിപൊളിയാണല്ലോ. ഓക്കെ, ഞാൻ വേഗം വണ്ടീനെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, വണ്ടി ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അയ്യോ, നമുക്ക് വേഗം കൈയെടുക്കാൻ എന്നിട്ട് വണ്ടീൻ്റെ പോയിരുന്നിട്ട്. ഓക്കെ, നേരെ പോയിട്ട് വണ്ടീനെ വിൽക്കാനിടാം. ഓക്കെ, ഇപ്പം ഈസിയായി. ഇപ്പം നമുക്ക് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്കിൽ പോയിന്റ്സും അതിനെ കൊണ്ട് കിട്ടുന്നുണ്ട്. വണ്ടി ഇപ്പം കഴുകുന്നുണ്ട്, വേഗം കഴുകി തീർന്നുണ്ട്. അത് സ്പോഞ്ച് വെച്ചിട്ട് ഇരുന്ന് ഉരക്കേണ്ടി വരും, കുറേ സമയം എടുക്കും അതിന്. ഇത് വേഗം ക്ലീൻ ആകുന്നുണ്ട്. ഇതാരാണ് എൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം കൊണ്ടുപോയിട്ട്. ഇപ്പം ഞാൻ വണ്ടീനെ എങ്ങനെയായിട്ടാ കുഴപ്പമില്ല. SUV അല്ലേ. ഓക്കെ, ഇതെല്ലാം കൊണ്ടെത്തി ചാടട്ടെ. ഫുൾ കച്ചറ നെറ്റ് നിങ്ങളെ കാണാം. ഓക്കെ, DQ7. ഓക്കെ, ടൈറ്റിൽ ഇടാം. ബെസ്റ്റ് SUV ഇൻ വേൾഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ വണ്ടീനെ 11 ലക്ഷത്തിന് വാങ്ങിച്ച് അവർ തരുന്നായിരുന്നു. നമ്മൾ 10 വാങ്ങിച്ച് കുറേ പൈസ ചിലവാകും ചെയ്തു. അപ്പോൾ ഒരു 20,000 കൊടുത്തേക്കാം.
ഓക്കെ, എന്നെ കസ്റ്റമർ വരുന്ന വെയിറ്റ് ചെയ്യട്ടെ, പിന്നെ നമ്മളെ ഓഫീസ് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, സോറി കസ്റ്റമർ ആയിരുന്നു, ഞാനവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നായിരുന്നു ഓഫീസ്. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇയാൾ 12 അവർ എന്നാലും ഭയങ്കര കുറവാണ്. ഞാൻ അത്രയും പൈസ വണ്ടിക്ക് ചെലവാക്കിയിട്ടുണ്ട്. നോക്കട്ടെ അത്ര വണ്ടിക്ക് ചെലവാക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ വണ്ടിക്ക് ഓൾ ടുഗെദർ അത്രയും ചെലവാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 13,000 റുപ്യ ചെലവാക്കി. എന്നാലും അയാൾ തരുന്ന കുറവല്ലേ. 15,000 മുകളിൽ എന്തായാലും വിൽക്കണം. സോ എന്തും കസ്റ്റമർ വരുന്നതിന് കാത്തിക്കട്ടെ, നിങ്ങളെ കാണാം ഏത് കസ്റ്റമർ വന്നാൽ. ഓക്കെ, ഒന്നും കൂടെ വന്നിട്ടുണ്ട് നമ്മളെ ഓഫീസിൽ. എത്രയായിരുന്നു? 10,000. ഇയാളെക്കാളും കുറവ് പോയാട്. നീ 10,000 അല്ല, അതിനേക്കാളും മുകളിൽ വരും. ഓക്കെ, എൻ്റെ കയ്യിൽ ഒന്നും കൂടെ സ്കിൽ പോയിന്റ് വന്ന് അങ്ങനെ ഇപ്പം കിട്ടിയായിരിക്കും മിക്കവാറും. സോ എനിക്ക് ഇതും കൂടെ അൺലോക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഒന്നും കൂടെ സ്കിൽ പോയിന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനും ഒരു സ്കിൽ പോയിന്റ് വേണം. പിന്നെ ഇതെല്ലാം അൺലോക്ക് ചെയ്യാൻ തുടങ്ങണം. ഈ സാധനങ്ങൾ ഇവിടെ എന്തോ ലോക്ക്ഡൗൺ. ഓക്കെ, ഇത് എംപ്ലോയി എന്ത് സംഭവം അറിയില്ല. ഓക്കെ, ഈ ഗെയിമിൽ നമുക്ക് എംപ്ലോയിനെ വെക്കാൻ പറ്റും. ഇപ്പോൾ മറ്റേ ബെക്കർ ഇല്ലായിരുന്നോ? ഓക്കെ, ഓർ നമുക്ക് എംപ്ലോയി ആയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇവരാണ് ഏറ്റവും കൂടുതൽ പൈസ ആയിരുന്നു. സോ നമുക്കൊരു ബാർഗൻ ആയിട്ട് 15,000 എത്തിക്കാൻ പറ്റുമോ നോക്കാം. പറ്റില്ല, ഒരു 14,000 എങ്കിലും. ഓക്കെ, ഞാനൊന്നും കൂടെ നമ്മളെ വണ്ടി വിറ്റിട്ടുണ്ട്. എനക്കത്ര പ്രോഫിറ്റ് ആയിട്ടില്ലല്ലോ. ശരിയാ, ഞാനൊരു അത്ര ഉണ്ടായിരുന്നു. അതെങ്ങനെ ഇത്ര കുറഞ്ഞുപോയി? ഞാൻ വണ്ടി വാങ്ങിച്ച് 13. ശരിയാ, ഓൾമോസ്റ്റ് ശരിയാണ്. നമ്മള് 13,000 റുപ്യക്ക് വണ്ടി വാങ്ങിച്ച്, അല്ല 10,000 റുപ്യക്ക് വണ്ടി വാങ്ങിച്ച്, അതിൽ 2,000 റുപ്യൻ്റെ ആഡെല്ലാം ചെയ്തിട്ട് ഓൾമോസ്റ്റ് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.